രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം ഇവിടെ CPM ഓ CPI കൊണ്ടുവന്ന പ്രശ്നമല്ലല്ലോ. ആരാണ് കൊണ്ടുവന്നത്? റെനി ആൻ ജോർജ് എന്ന് പറയുന്ന VD സതീശന്റെ സന്തോഷ റെനി ആൻ ജോർജിനെ കണ്ടത് നമ്മൾ മറന്നുപോയത്. ഞാനൊന്ന് പറയട്ടെ തോന്നിക്ക് അസ്വസ്ഥനാവാതെ. റെനി ആൻ ജോർജ് എന്ന് പറയുന്ന പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ സന്തോഷ സഹചാരിയായ ഒരു പെൺകുട്ടി മകളെ പോലെ കാണുന്നു. അതാണ് എന്റെ പിതൃസാനിയനാണ് VD സതീശൻ എന്നാണ് പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടൻ കുറ്റക്കാരനാണോ? ഒന്ന് CPM ആണോ? രാഹുൽ മാങ്കൂട്ടത്തിന് നടപടി എടുത്താരാണ്? KPCCക്ക് ബോധ്യപ്പെട്ട നടപടി. KPCCക്ക് ബോധ്യപ്പെട്ട പിന്നെ നടപടി തൗഫീഖിന് എന്താണ് ബോധ്യപ്പെടാത്തത്? അനാവശ്യമായി ന്യായീകരിക്കാൻ രംഗത്ത് വന്നിട്ടില്ല. പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. ആ പാർട്ടി നടപടി CPM-ൽ സമാനതരത്തിലുള്ള മുൻകാലങ്ങളിൽ ഈ ഇത്തരത്തിൽ സമാനമായ തരത്തിൽ CPM നേതാക്കൾക്കെതിരെ ഉയർന്നപ്പോൾ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ള റെനി ആൻ ജോർജ് VD സതീശനെ മകളെ പോലെ കാണുന്നു എന്ന് പറഞ്ഞ റെനി ആൻ ജോർജ് ആണ് ഈ പ്രശ്നം ആദ്യം മുന്നോട്ട് വരുന്നത്. ആ പ്രശ്നം ബോധ്യപ്പെട്ട് ആദ്യം നടപടിയെടുത്താരാണ്? KPCC പ്രസിഡന്റ് നടപടിയെടുക്കുന്നു. KPCC പ്രസിഡന്റ് നടപടിയെടുത്ത പ്രതിയെ ന്യായീകരിക്കുന്നത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തൗഫീഖിന്റെ വിധേയത്വമാണ്. പ്രതിപക്ഷ നേതാവാണ് പറഞ്ഞത്. CPM ഒരിക്കലും പറഞ്ഞില്ല. CPM പൊതുസമൂഹം കോൺഗ്രസിനും KPCCക്കും പ്രതിപക്ഷ നേതാവിനും ബോധ്യപ്പെട്ടത് പൊതുസമൂഹം ബോധ്യപ്പെടരുതെന്നുള്ള തൗഫീഖിന്റെ വാദം പൊതുസമൂഹം അംഗീകരിക്കില്ല. അവിടെയാണ് പ്രശ്നം. ധാർമ്മികത എന്ന് പറയുന്നത് സമൂഹത്തിൽ പൊതുപ്രവർത്തകരായ ആളുകൾ പാലിക്കേണ്ട ചില ധാർമ്മികതയുണ്ട്. പത്തനംതിട്ടക്കാരനായ ഒരുത്തൻ തൗഫീഖിന്റെ സുഹൃത്താണ്. ഗർഭചിത്രത്തിലുള്ള ഗുളിക വാങ്ങിക്കൊണ്ട് പോയിരിക്കുന്നു. എത്ര മര്യാദകളാണ് കാണിക്കുന്നത്? ഒരു പെൺകുട്ടിയെ വാഗ്ദാനം കൊടുത്ത് പീഡിപ്പിക്കുന്നു, അവളെ ഗർഭിണിയാക്കുന്നു. അതിന് ഗുളികയുമായി പത്തനംതിട്ടക്കാരൻ പോകുന്നു, നീലബാഗുമായി പത്തനംതിട്ടക്കാരൻ പോകുന്നു. സകല ക്രിമിനൽ ആക്ടിവിറ്റികൾക്കും കൂട്ടുനിൽക്കുന്ന പത്തനംതിട്ടല്ലേ. ഇവിടെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി കൂട്ടുന്ന ആരൊക്കെയാണ്? വ്യാജ ഐഡന്റിറ്റി കാർഡ് ഏത് കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾ പറഞ്ഞല്ലോ അയാളെ പറയട്ടെ തോഫീഖേ, അയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് നിന്ന് നിങ്ങൾ മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അയാൾ എങ്ങനെയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത്? ജീവിതം മുഴുവൻ കൃത്രിമമാണ്. ജീവിതം മുഴുവൻ കൃത്രിമമാണ്. പിന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയത് കൃത്രിമ വർഗത്തിലൂടെ. ഏതെങ്കിലും പെൺകുട്ടികൾക്ക് അവിവാഹിതരായി നിൽക്കുന്നതുകൊണ്ട് പെൺകുട്ടികൾക്ക് ആദ്യം വിവാഹ വാഗ്ദാനം കൊടുക്കുകയാണ്. വിവാഹ വാഗ്ദാനം കൊടുത്ത് പാവപ്പെട്ട പെൺകുട്ടികളെ തന്നെ വലയിലാക്കുന്നു. വലയിലാക്കിയ ശേഷം അവർക്ക് മെസ്സഞ്ചറിലും വാട്സാപ്പിലും എന്തിന് ഗൂഗിൾ പേ വരെ മെസ്സേജ് അയക്കുകയാണ്. ഇതാണോ ഒരു പൊതുപ്രവർത്തനം ചെയ്യേണ്ടത്? എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയാണ് വന്നത്. ഒരു സംഘം സൈബർ ആളുകളെ വെച്ചിട്ട് അതിനെ ന്യായീകരിക്കലാണ്. ഈ ന്യായീകരിക്കലുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം അത് ബോധ്യപ്പെടില്ല. സൈബർ ഗുണ്ടായിസം നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കണം. കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്നത് സുതാര്യവും മാന്യവുമായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന ചെറുപ്പക്കാരുള്ള നാടാണിത്. കോൺഗ്രസിലെ വേറെ ആർക്കെതിരെ ഇത്ര ആരോപണം പറയുന്നില്ലല്ലോ. എന്താണ് ന്യായീകരിക്കുന്നത്?